ഇല്ലതു തുടരട്ടെ എല്ലാ ഹേറ്റേഴ്സ് പോരട്ടെ ഈ കളി ഫെയിലാകണത് നീ തന്നെ ക്രോസന്റെ മത്സരമെന്നോട് തന്നെ. ഇന്നലെ CS ഇല്ലേട്ടെ. അപ്പം ഇന്ന് BR ഇടാന്ന് വിചാരിച്ചു. ഞാനും പാബ്ലോയും BR കളിക്കുകയാണ്. ഞാനും പാബ്ലോയും കൂടുതലും BR ആണ് കളിക്കുന്നത്. ഞാൻ കൂടുതലും BR ആണ് കളിക്കുന്നത്. കാര്യം എന്ന് പറയുന്നത് നമുക്ക് രണ്ടുപേർക്കും BR കളിക്കാം. CS എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു ഇതാണ്, മോഡാണ്. ഓക്കെ, നമ്മൾ നോക്കുമ്പോഴത്തേക്കും നമ്മൾ ഇവിടെ കുറച്ച് പ്രശ്നങ്ങൾ പറ്റിയായിരുന്നു. ഞാൻ ഒരു ഗരീനേനെ ഞാൻ സംശയിച്ച കാര്യം എന്താണ് പറ്റിയതെന്ന് എനിക്കറിയില്ല. നമ്മൾ നേരെ ഞാൻ പ്ലെയിനിൽ വെച്ചായിരുന്നു, പക്ഷെ നമ്മൾ രണ്ടുപേരും രണ്ട് ദിക്കിലാണ് ഇറങ്ങി. അതായിരുന്നു പ്രശ്നമായി പോയത്. ഫസ്റ്റ് തന്നെ ലൂട്ടും കിട്ടാതെ പോയി. ഓക്കെ, നമ്മളിപ്പോൾ ഇറങ്ങിയ സ്ഥലം എന്ന് പറയുന്നത് ഞാൻ ഹാങ്ങറിലും ബ്രോ ഇതിലുമായിരുന്നു. ഇവിടെ റിംനാമിലുമായിരുന്നു. കറണ്ട് അവർ റിംനാമിലാണ് ഇതാക്കിയത് മാർക്ക് ചെയ്തത്. പക്ഷെ ഞാൻ കണ്ടില്ല. ഞാൻ ഒരുത്തനെ ഒരു ബ്രോയ്ക്ക് എന്നെ ഇന്നലെ ഒരു ബ്രോ ഇൻവൈറ്റ് ഇട്ടായിരുന്നു. അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. ഇപ്പോഴത്തെ ഈ അപ്ഡേറ്റിൻ്റെ ഫസ്റ്റ് ടൈമാണ് കളിക്കുന്നത്. അതുകൊണ്ട് ഇതെന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യ. ഞാൻ അറിയാതെ ആ ഫോട്ടോ കൂടി പിടിച്ച് കുത്തി. ഇതെനിക്ക് എങ്ങനെ റിക്കവർ ചെയ്യണമെന്ന് അറിയാം. പിന്നെ നോക്കിയപ്പോൾ ആ സൈഡിൽ ഒരു ആരോ ഉണ്ട്. ഒരു ആരോയിൽ പിടിച്ച് വയ്ക്കുമ്പോൾ സംഭവം ശരിയായി. കണ്ടോ, ആരോയിൽ പിടിച്ച് വയ്ക്കുമ്പോൾ സംഭവം ശരിയായി. പിന്നെ ഫസ്റ്റ് കണ്ണിന് ഐശ്വര്യം ഉണ്ടാവുമെന്ന് പറഞ്ഞുകൊണ്ട് എടുത്തതാണെങ്കിൽ നമ്മളെ M4 ആണ്. ഗതിയില്ല. M4 ഫസ്റ്റ് ആയിരുന്നു. സെക്കൻഡ് വല്ലതാണ് ഞാൻ ഈ കളി മൊത്തം ഇതിട്ട് കളിച്ചേനെ. പിന്നെ നടക്കുമ്പോൾ തോംസ് എടുത്തിട്ട് ഇതിൽ നമുക്ക് ഫ്രണ്ടിലോട്ട് നോക്കിയപ്പോൾ ഇതാ ഒരു ക്രേറ്റ്. ഈ ക്രേറ്റില്ലായിരുന്നെങ്കിൽ ഈ ഒരു ഗെയിം ഒരു 6 മിനിറ്റൊക്കെ മാക്സിമം പോകുമായിരുന്നു. കാര്യം ഈ ക്രേറ്റിൽ നിന്ന് എനിക്കൊരു സാധനം കിട്ടി. നമ്മളുടെ സ്വന്തം ഓർസലൈൻ ഉപയോഗിക്കാൻ നേരത്തൊരു വല്ലാത്തൊരു ബഗ്ഗ് സംഭവിച്ചായിരുന്നു. ഞങ്ങളത് കണ്ടുപോകാം. ഞാൻ എന്നിട്ട് നേരെ പാബ്ലോൻ്റെ അടുത്തോട്ട് ഓടി. പാബ്ലോ പറഞ്ഞേടാ നീ അങ്ങ് നിൽക്കണം. ഞാൻ അപ്പോഴാണ് പാബ്ലോനെ ശ്രദ്ധിക്കുന്നത്. പിന്നെ ഒന്നും നോക്കില്ല, ഞാൻ നേരെ പാബ്ലോൻ്റെ അടുത്തേക്ക് ഒരു ഒറ്റ ഓട്ടം വെച്ചെടുത്തു. ഇവിടെ നോക്കിയപ്പോൾ ഇതാ അടക്കണം ഒരു ജീപ്പ്. ആ ഒരു ജീപ്പ് കൊടുത്ത് ഞാൻ നേരായിടന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങി ഓടി. ഇവിടെ നിന്ന് നേരെ നമ്മൾ റിംനാമിലൊക്കെ അത്യാവശ്യം എനിമി കുറവായിരുന്നു. എനിമി ഉണ്ടായിരുന്നു, രണ്ടുപേരുണ്ടായിരുന്നു. നേരെ നമ്മൾ റിംനാമിൽ ചെന്ന് കാലി കിട്ടിയത് മൈശ്വര്യമായിരുന്നു. എനിക്ക് കിട്ടിയതെന്ന് പറഞ്ഞാൽ ഞാൻ നല്ലൊരു എനിമി നോക്കിയപ്പോൾ വരാഫിൽ വെച്ചു. ഇതോ അടക്കണം സൈഡിലൊരു എനിമി. ഞാൻ കണ്ടു, നേരെ സ്കോപ്പ് ചെയ്ത് വെച്ചു. ഒരൊറ്റ അടി 27 മാത്രം കൊണ്ട് ഇതാ അടക്കണം. പാവി ചെന്നിടാൻ പാതാളം. ഇതടക്കണം ഉട്ട്പക്കർ വെച്ച് അടുത്തവനെ അടിക്കാൻ നോക്കിയപ്പോഴത്തേക്ക് അവൻ പിന്നെയും കവറിൽ പോയി. ഒന്നും നോക്കിയില്ല. ഞാൻ പറഞ്ഞിട്ടാ ഫ്രണ്ടിൽ എനിമിടാ. ഇത് എൻ്റെ ടയറാ, എനിക്ക് പറഞ്ഞിട്ട് അവിടെ എനിമി ഉണ്ടെന്ന് പറഞ്ഞു. ഒന്നും നോക്കില്ല, ഞാൻ നേരെ താഴെ കയറി. തോംസനായിരുന്നു കയ്യിൽ. പക്ഷേ ഈ കില്ല് കുമ്മൻ പോയി. ഞങ്ങൾക്ക് വേണ്ടി അങ്ങനെ കണ്ടില്ല. നേരെ ഇട്ട് കൊടുത്തു, പക്ഷേ അത് കുമ്മൻ പോയി. ഓക്കെ, പിന്നെ അവൻ തലയിട്ട് നോക്കി ഞാൻ കണ്ടില്ല. മനസ്സിലായോ? ഞാൻ മണ്ടേ ചെന്ന് ലൂട്ടിടിക്കാൻ വേണ്ടി ചെന്നപ്പോഴേ വൈബ്രേഷൻ. പിന്നെ അവനെ കൂടെ ഇല്ലാണ്ട് അങ്ങ് ആക്കി. എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് മാഗും കാര്യങ്ങളൊക്കെ കിട്ടി. മാഗ് കിട്ടിയ പിന്നെ നമ്മൾ ഒരേ ഞെക്കിപ്പിടുത്തം എന്ന് പറഞ്ഞാൽ അങ്ങ് ഒരു കൈ മൊത്തം അതിന് വേണ്ടി നിൽക്കാം. ആ ഒരു ഫയർ ബട്ടൺ ഇല്ലേ, അവിടെ അങ്ങ് ഞെക്കി നോക്കി. മനസ്സിലായോ? അവിടെ തൊട്ട് നമ്മൾ ഞെക്കി നോക്കി, അത്രേ ഉള്ളൂ. അപ്പം നമ്മളൊന്നും നോക്കിയില്ല. നേരെ ഇവിടെ നിന്ന് ഇനി കുറച്ച് റൂട്ടോടെ കുത്തിപ്പറക്കിയിട്ട് നമുക്ക് നേരെ ഇനി അടുത്ത ഇനിമകളെ തപ്പി പോകണം എന്നും പറയേണ്ടതൊക്കെ തന്നെയാണ് ഇരുന്നത്. പക്ഷേ ഒരു പ്രശ്നം പറ്റി. ഇത് ഫുള്ള് മണ്ടത്തരമായിരുന്നു. ഇന്ന് ഈ ഒരു ഗെയിമിൽ നമ്മൾ കാണിച്ച ഫുള്ള് മണ്ടത്തരമായിരുന്നു. ഇവിടെ നിന്ന് ഞാൻ പറ്റണ അത്ര ലൂട്ട് ഞാൻ എടുത്തു. ഇവിടെ നിന്ന് എനിക്ക് പക്ഷേ ഈ ഗെയിം അവസരം ഒരു ഉട്ട്പക്കറായിരുന്നു. ഒരു SKS വല്ലതും കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് മപ്പ് ഗെയിം പ്ലേ കാണിക്കായിരുന്നു. SKS കിട്ടിയിരുന്നെങ്കിൽ ഇവിടെ എനിക്ക് പിന്നെ എന്നെ ഗിരീനെ പറ്റിക്കും. ഇവിടെ നിന്ന് ഞാൻ ഫമസൊക്കെ എടുത്തു. നേരെ ഇവിടെ നിന്ന് നമ്മളിങ്ങനെ കറക്കി നടക്കുകയാണ്. അതാണ് ഒരു ഇതായിട്ടൊന്നും ചെയ്യാനില്ല. ഏതെങ്കിലും ഉണ്ടെങ്കിലേ നമുക്ക് ഫൈറ്റ് ചെയ്യത്തുള്ളൂ. ഇല്ലാത്ത പക്ഷം ഇങ്ങനെ വീഡിയോ ഇങ്ങനെ ലെങ്തായി പോകും. ഞാൻ കുറച്ചൊക്കെ കട്ട് ചെയ്തു. നോക്കിയപ്പോൾ അടക്കണം ഡ്രോപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് ചെന്നെടുത്തപ്പോൾ ഗിരീനെ എന്നെ പറ്റി. അത് മറ്റേ ഇൻഫിനിറ്റ് ഇതായിരുന്നു, മറ്റേ ഇതിലായിരുന്നു ഡ്രോൺ. ഓക്കെ, ഞാൻ പറഞ്ഞാൽ പാബ്ലോ ഞാനും കൂടെ കയറാണ്ട് നിർത്താൻ പറഞ്ഞു. അപ്പം ബേക്ക് എടുത്ത് വന്നു. വില അതൊക്കെ എത്ര. ഓക്കെ, നോക്കിയില്ല. നേരെ എൻ്റെ അഴ്സണുള്ള കാര്യം ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ. അവനെ വിളിക്കാതെ പോയി. അടുത്ത ചെറുതാണ്, അവനെ വിളിക്കാതെ പോയി. അവൻ മനഃപൂർവ്വം ചെയ്തതാണ്, എനിക്ക് മനസ്സിലായി. ഇവിടെ വന്നിട്ട് നമ്മൾ നേരെ ഇവിടെ നിന്ന് ഞാൻ ഇറങ്ങി. ഇവിടെ വെച്ചപ്പോൾ ഞാൻ ഇറങ്ങി. അവൻ ഫസ്റ്റ് ഇറങ്ങി, ഞാൻ ശ്രദ്ധിച്ചില്ല. ഞാൻ നേരെ ഫ്രണ്ടിലോട്ട് ലൂട്ട് എടുക്കാൻ വേണ്ടി പോയി. ലൂട്ട് എടുക്കാനും എനിമി ഉണ്ടെങ്കിൽ അവന്മാരോടെ പിടിച്ച് വള്ളി പിടിച്ച് പാബ്ലോനെ നെഞ്ചത്ത് കൊണ്ടിട്ട് കൊടുക്കാൻ. അതാണ് എൻ്റെ മെയിൻ പരിപാടി. അതാണ് വള്ളി. ഇവിടെ വന്നിട്ട് ഞാൻ ഇങ്ങനെ കൂട്ടും കാര്യങ്ങളൊക്കെ തപ്പിപ്പോഴാണെങ്കിൽ ഞാൻ നോക്കുമ്പോൾ പാബ്ലോ എന്നെ നിന്ന് ദൂരെയാണല്ലോ. അവൻ വണ്ടി കയറിയിരിക്കണം. അവൻ എങ്ങോട്ടാ പോവേണ്ടതെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ശ്രദ്ധിക്കില്ല. ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ ലൂട്ട് എടുത്ത് കളിക്കുവാണ്. അതാണ് ലൂട്ട്. എനിക്കൊരു SKSന് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്തത്. SKS മാഗും പക്ക സാധനമാണ്. എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട
ഇതാണ് SG ഉണ്ട്, SG എന്നല്ലേ SG. എൻ്റെ AR എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് SKS പിന്നെ M24 പിന്നെ ഗ്രോസെക്സ് മറ്റേതായിട്ട് കളിക്കില്ല. M24 എനിക്ക് ഏറ്റവും ഇഷ്ടം. ഓക്കെ, നേരെ എൽസണിലോട്ട് വന്ന് പാബ്ലോ പറഞ്ഞു ഇത് കൊള്ളത്തില്ല, ഇത് ഉറക്കമില്ലാന്ന്. പിന്നെ ഞാൻ നോക്കിയപ്പോൾ മറ്റേ ഒരു ബംഗാളി ബായിൻ്റെ റീലിൽ ഞാൻ കണ്ടതാണ്. അതിലാണെങ്കിൽ എനിക്ക് ഈ പുള്ളിക്കാരനാണെങ്കിൽ ഈ ഒരു വണ്ടി വെച്ചിട്ടൊരു മായാജാലം കാണിക്കണം. എന്ന് പറഞ്ഞാൽ വണ്ടി അവിടെ കൊണ്ട് വെച്ചിട്ട് ഇറങ്ങും, മനസ്സിലായി? ആ ഒരു എൽസണിൻ്റെ ഡോറിൻ്റെ അവിടെ കൊണ്ട് വെച്ചിട്ട് ഇറങ്ങും. അപ്പോഴത്തേക്കും നമ്മൾ അതിനകത്ത് ചെല്ലും. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഈ എൽസണിൽ വന്ന ടൈമിലൊക്കെ ഭയങ്കര പോപ്പുലറായിരുന്നു റീല്. ഞാൻ വലിയ കാര്യത്തിൽ അങ്ങോട്ട് ചെന്നു, അതിലോട്ട് വെച്ചു. അതിൽ നിന്ന് ഇറങ്ങി രണ്ടും പിടിച്ച് നിൽക്കണം. പക്ഷേ എന്നെ നോക്കുമ്പോൾ ഒന്നേ വരുന്നുള്ളൂ, എൽസണിൽ മാത്രമേ വരുന്നുള്ളൂ. അങ്ങനെ ആ ഒരു പരാജയമായിരുന്നു, ആ എക്സ്പീരിയൻസ് പരാജയമായിരുന്നു. നോക്കിയപ്പോൾ പാബ്ലോ പിന്നെയും ഓടി. ഇവ എന്താണെന്നോ എൻ്റെ കൂടെ നിൽക്കാതെ ഒരൊറ്റ ഞാൻ പിന്നെ അവൻ്റെ കൂടെ ഇങ്ങനെ ഓടി നിൽക്കും. ഓക്കെ, ഞാൻ ഇവിടെ നിന്ന് പിന്നെ കുറച്ച് ലൂട്ടും കാര്യങ്ങളൊക്കെ കുത്തി നിറച്ച് ഇവിടെ വന്നപ്പോൾ പാബ്ലോ പറഞ്ഞു എടാ ഫ്രണ്ടിൽ ഇനിമി ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ പിന്നെ ഒന്നും നോക്കില്ല, നേരെ അങ്ങോട്ട് അവൻ്റെ അടുത്ത് പറഞ്ഞ് ഞാനിവിടെ വന്നിട്ട് നമുക്ക് ഫൈറ്റ് ചെയ്യാം, നീ അവിടെ നിന്ന് അവന്മാരൊന്നും വള്ളി ചൊറിഞ്ഞ് നില്ലെന്ന് പറഞ്ഞു. പക്ഷേ അവൻ നേരെ അവിടെ ചെന്ന് ഫൈറ്റ് ചെയ്തു. അതാണ് പ്രശ്നമായത്. പക്ഷേ ഇവിടെ വെച്ചൊരു കിടുക്കം പോലത്തെ ബഗ്ഗും കിടുക്കം പോലത്തെ ഒരു മണ്ടത്തരമുണ്ട്, കണ്ടു നോക്ക്. അവൻ നേരെ അവിടെ ചെല്ലും, അവിടെ ചെന്നിട്ട് എനിമീനെ അടിക്കും. അപ്പോഴത്തേക്ക് ഒരുത്തൻ മറ്റേ മോൺസ്റ്റർ ട്രക്കായിട്ട് വരും, അവനെ അടിക്കും. ഞാൻ അപ്പോൾ പാബ്ലോനെ നോക്കാൻ പറഞ്ഞു, അവനെ അടിക്കും. ആ ടൈമിൽ പാബ്ലോ നോക്കാം. ഓക്കെ, അത് കണ്ട ആ ഒരു മോൺസ്റ്റർ ട്രക്കിൽ ഇപ്പം അടിക്കും. ഞാൻ അവനെ ഇത് സ്കോപ്പ് ചെയ്ത് അടിച്ചു, അതാണ് എൻ്റെ മെയിൻ പരിപാടി, സ്കോപ്പ് ചെയ്ത് അടിച്ചു. അതിന് ഒരടി അങ്ങനെ ഞാൻ നോക്കിയത് ലോ പോകുന്ന ഒരുത്തൻ പറഞ്ഞു, രണ്ടുപേര് അത് ഒരുത്തൻ ഫിനിഷായി. അവനെ മുക്കി അങ്ങ് പിടിച്ച് അവനെ കിട്ടും. പിന്നെ പാബ്ലോനെ പൊക്കാൻ നോക്കിയപ്പോൾ ആ ബേക്ക് പിന്നെ നോക്കിയിട്ട് പാബ്ലോനെ പൊക്കാൻ വേണ്ടി അങ്ങോട്ട് ഉണ്ടാകുമ്പോൾ പാബ്ലോൻ്റെ പെട്ടി മാത്രം. പിന്നെ ഞാൻ നോക്കായി കേട്ടോ. എന്നിട്ട് ഞാൻ എൻ്റെ ഒറിജിനലില്ലായിരുന്നോ ആ ടൈമിൽ ഞാൻ ഇപ്പോൾ ഇവിടെ നിന്ന് മെഡ് അടിക്കുകയാണ്. അപ്പോൾ എങ്ങനെ എന്തോ എന്നെ ഗ്ലൂ വാളിനകത്തോട്ട് അടിച്ചു. പിന്നെ നോക്കുമ്പോഴത്തേക്ക് ഞാൻ നോക്കായി എന്ന് മെഡ് അടിക്കുന്നു. പിന്നെ നോക്കുമ്പോൾ എൻ്റെ ഒറിജിനലും കാണാനില്ല, പോലെ തന്നെ നോക്കായി കിടക്കണം. അപ്പോൾ പാബ്ലോ ഇറങ്ങി അങ്ങ് പോയി, മനസ്സിലായി? പാബ്ലോ വിചാരിച്ച് കളി കഴിഞ്ഞു, ഞാൻ എന്നെ ഒന്നും വിചാരിച്ചു. അങ്ങനെ പാബ്ലോ ഇറങ്ങി, ഞാനിതാണെങ്കിൽ ശ്രദ്ധിച്ചില്ല. പക്ഷേ എൻ്റെ ആണെങ്കിൽ കണ്ടോ, ഞാൻ ഗിയോ പഠിക്കുമ്പോഴാണ് എനിക്ക് ആ ഒരു ഹൊർസലൈൻ്റെ ഇത് വരുന്നത്. കണ്ടു നോക്കും ഞാൻ തന്നെ. ഇപ്പം ഇവിടെ വന്നിട്ട് ഞാൻ ഗിയോ പഠിക്കാനില്ല, അപ്പോൾ അതാണെന്ന് ഞങ്ങൾ ഹൊർസലൈൻ. പിന്നെ നോക്കില്ല, ഹൊർസലൈൻ എടുത്തവൻ കുത്തി. ഞാൻ ഈ വീഡിയോ ഇടാനുള്ള മെയിൻ കാരണം ഇത് കാണിക്കാനാണ്, ഈ ബഗ് കാണിക്കാനാണ്. എനിക്ക് കുറേ ബഗ് വരും ഇങ്ങനെ. ചില സമയത്ത് ഡുവാളിനകത്തോടെ അടിക്കും, അതിൻ്റെ അകത്തോടെ അടിക്കും, അങ്ങനെ കുറേ ബഗ്ഗുകൾ കിട്ടും. ഞാൻ നോക്കില്ല. പിന്നെ അവിടെ നോക്കി ഇവിടെ വന്നിട്ട് ഞാൻ വിചാരിച്ച് വെസ്റ്റ് കൂടെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്ത് എല്ലാം സെറ്റാക്കിയിട്ട് പോവാണ്. എല്ലാ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ലോ പോകുന്നത് അവനെ ഫിനിഷ് ചെയ്തു. ഫിനിഷ് ചെയ്തിട്ട് ഇവിടെ എനിക്ക് ഇവിടെ ഒന്നും ചെയ്യാനില്ല. അവിടെ നിന്ന് ഉറപ്പായിട്ട് എനിക്ക് ചാവുമെന്ന് എനിക്കറിയാം. കാര്യം ഇവിടെ ഫുൾ ഫൈറ്റ് ആയിരുന്നു. പാബ്ലോനെ പൊക്കാനാണെങ്കിൽ പാബ്ലോ ഇറങ്ങിപ്പോയി. ഞാൻ പാബ്ലോനെ പൊക്കാൻ ടോക്കണും കാര്യങ്ങളൊക്കെ എൻ്റെ ഉണ്ടായിരുന്നു. ആ ഒരു ഹൊർസണേ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഇപ്പം എയറിലായിരുന്നു, എന്നെ വീഡിയോ ഇപ്പം അവസാനിപ്പിക്കായിരുന്നു. ഓക്കെ, നേരെ നോക്കിയപ്പോൾ ഫ്രണ്ടിൽ ഇതാ നടക്കുന്ന ഒരു ലംബോർഗിനി, തേരെ ലംബോർഗിനി നേരെ പൊച്ചിങ്ങില്ല മണ്ടയിൽ ഡ്രോപ്പ് ഉണ്ട്. ഒരു അവനെ ഡ്രോപ്പ് എടുത്തു, ചെയ്യാനൊരു ഡ്രോപ്പ് എടുക്കാൻ വേണ്ടി വന്നതാണ്. അത് നോക്കുമ്പോഴത്തേക്കും താണ്ടെ നമ്മൾ ലെജൻഡറി ഗണ്ണ്, നമുക്ക് ലെജൻഡറി ഗണ്ണ് വേണ്ട, അതുകൊണ്ട് നമ്മളത് എടുത്തില്ല. നേരെ താഴോട്ട് വന്നു. ഇവിടെ നിന്ന് ആ ഒരു ലംബോർഗിനി എടുത്തിട്ട് നമുക്ക് നേരെ പൊച്ചിങ്കിയിലോട്ട് പോവാം എന്നാണ് ഞാൻ എൻ്റെ ഒരു പ്ലാന്. ഞാൻ നേരെ ഇവിടെ നിന്ന് പൊച്ചിങ്കിയിലേക്ക് നടന്നു, കാൽനട യാത്ര. ഓക്കെ, ഇവിടെ നിന്ന് പൊച്ചിങ്കിയിൽ ഞാൻ സമാധി. ഓക്കെ, ഇവിടോട്ട് വന്നു. ഞാൻ ഇവിടെ ചുമ്മാ കുറച്ച് നേരമൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കണ്ടേ, അതിനാണ്. താഴെ പോയാൽ എനിക്കറിയാമായിരുന്നു ഇനി മുന്നേ ചാവുമെന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ മണ്ടേ എന്നിട്ട് ഞാൻ പയ്യെ താഴോട്ട് ഇറങ്ങി. ആ ഒരു വലിയ വീടില്ലേ പൊച്ചിങ്കിലെ, ഇങ്ങോട്ട് പോയി. അവിടെ ചെന്നിട്ട് വേണമെന്ന് ഞാൻ അന്ത്യം ഉറങ്ങി വിശ്രമിക്കുകയാണ് ഞാനവിടെ. ഓക്കെ, ഞാൻ ഇവിടെ വന്നിട്ട് കുറച്ച് മുടി അവിടെ വന്നിട്ട് കുറച്ച് ലൂട്ടും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പെട്ടെന്ന് ഞാൻ എൻ്റെ പീനേൻ്റെ സൈഡിൽ നിൽക്കണം. എനിക്കിപ്പോൾ ആരും മീനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ പീനേൻ്റെ അടിച്ചു, ഒന്നും നോക്കില്ല, നേരെ ഒരു ഗ്ലൂ ആൾട്ടോ മെഡ് അടിച്ചു. എന്നിട്ട് ഞാൻ മണ്ടത്തരം കാണിച്ചു, ഇവിടെ നിന്ന് അങ്ങോട്ട് ചാടി. അപ്പോൾ അവൻ്റെ തലയ്ക്ക് പിടിച്ചു വീഡിയോ ഫൈൻഡപ്പ് ചെയ്തു. അങ്ങനെ അടിച്ചു നോക്കി, നമുക്ക് ഇടുക്കുമ്പോൾ പ്ലെയർ ആണ് കേട്ടോ. അവൻ പീണേൻ്റെ വെച്ചാൽ അവിടെ നിന്ന് അടിച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് ചാടിയപ്പം അവൻ വന്ന് ഒരൊറ്റ ഹെഡ്, ഭയങ്കര ഹെഡ് ചെറുക്കൻ വേണം. അവൻ വണ്ടിയിൽ വിളിക്കണമെന്നുണ്ടായിരുന്നു. പോട്ട് ഞാൻ വന്നു, ഞാൻ എന്തെങ്കിലും കിട്ടുമോ നോക്കാൻ വേണ്ടി വന്നതാണ്. ഇപ്പോൾ നോക്കിയപ്പോൾ അത് 46+ കിട്ടി. അപ്പോൾ നമ്മളിങ്ങനെ ഡയമണ്ട് 4th, അതിന് ഡയമണ്ട് 5th ഉള്ളതുകൊണ്ട് തന്നെ ഇനി എന്ന് ആവും എന്തോ ഹീറോയ്ക്ക് ആവാൻ. കഴിഞ്ഞ സീസൺ എനിക്ക് 3 സ്റ്റാർ ആയിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. നിങ്ങൾ പോയിട്ട് അടുത്ത വീഡിയോയിൽ പോകാം. നമുക്ക് ഇച്ചിരി കൂടെ നല്ലോണം ഗെയിം പ്ലേ ഇമ്പ്രൂവ് ആക്കാൻ നോക്കാം.